പേര് അമ്പിളി എന്നാണ്. ഞാൻ പുനലൂരാണ് എൻ്റെ വീട്. ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്ത് വരികയായിരുന്നു. ശാരീരികമായ ചില അസ്വാസ്ഥ്യങ്ങൾ വന്നതുമൂലം ആശുപത്രിയിൽ പോവുകയും ചില ടെസ്റ്റുകൾക്ക് വിധേയമായി തുടർ പരിശോധനകൾക്കായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കോട്ടയത്തേക്ക് എന്നെ റെഫർ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ ചാനലുകൾ വെച്ച് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഹാർവസ്റ്റിനകത്ത് നമ്മുടെ പാസ്റ്ററുടെ ഒരു പ്രസംഗം കാണാനിടയായി. ഞാൻ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു സാക്ഷ്യം കേൾക്കാനിടയായി. അത് നമ്മുടെ സാം ബ്രദറുടെ ഒരു സാക്ഷ്യമായിരുന്നു. അപ്പോൾ RCCന്ന് മടക്കി അയച്ചിട്ടും ഇവിടെ വന്നിട്ട് ഇന്ന് വരെയും കർത്താവിന് വേണ്ടി അത്ഭുത സാക്ഷിയായി ജീവിക്കുന്നു എന്നൊരു സാക്ഷ്യം. ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് സ്ഥലം നോക്കിയപ്പോൾ അത് പത്തനംതിട്ടയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും, അപ്പോൾ എൻ്റെ അടുത്താണല്ലോ കർത്താവ് എന്നെ ഇതുപോലെ സൗഖ്യമാക്കും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞാൻ ആ നമ്പർ എടുത്ത് വിളിച്ചു. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എനിക്ക് അപ്പോഴേ കിട്ടി. പാസ്റ്റർ ഉടനെ എന്നോട് പറഞ്ഞു, കടന്നു വാ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ ഇത്തരം രോഗികളൊക്കെ സൗഖ്യമാകുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു. പാസ്റ്റർ ഫോൺ വെച്ചു. അങ്ങനെ ഞാനും മോനും കൂടി ഇവിടെ കടന്നു വരികയും ചെയ്തു. ഞാൻ വരുമ്പോൾ എനിക്ക് കണ്ണ് ശരിക്ക് കാണത്തില്ല. ഒരു കണ്ണ് പൂർണ്ണമായിട്ടും അടഞ്ഞു, ഒരു കണ്ണ് പകുതി ഇങ്ങനെ അടഞ്ഞിരിക്കുക. ഞാൻ ആ പകുതി അടഞ്ഞ കണ്ണിൽ കൂടാണ് ഞാൻ പാസ്റ്ററെ കണ്ടതും പ്രാർത്ഥിച്ചതുമെല്ലാം. ഞാൻ പാസ്റ്ററെ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞാനിങ്ങനെ നിന്ന സമയത്ത് ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ഞാൻ ജീവിക്കുമോ? അപ്പോൾ പാസ്റ്റർ പറഞ്ഞ്, ജീവിക്കും, തീർച്ചയായിട്ടും ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ നന്മകളെ പ്രകീർത്തിക്കുമെന്ന് വർണ്ണിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഞരമ്പുകൾ മുഴുവൻ, എൻ്റെ മസിൽസ് മുഴുവനും ഡൗൺ ആയിപ്പോയി. മസിൽസ് ഡൗൺ ആയെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വരുന്ന അവസ്ഥയിൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല ശരിക്ക്. അതുപോലെ തന്നെ എനിക്ക് കാണാൻ പറ്റത്തില്ല. എന്തിനാ എനിക്ക് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഒന്ന് സംസാരിച്ച് ഒരു സെൻറ്റൻസ് പൂർത്തിയാക്കി കഴിയുമ്പോൾ പിന്നെ അടുത്ത സെൻറ്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് എടുക്കും. എൻ്റെ മസിൽസ് അത്രത്തോളം ഡൗൺ ആയിപ്പോയി. അതുപോലെ തന്നെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ആഹാരം ഇറക്കാൻ പറ്റത്തില്ല, തുപ്പാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 താടി കൂടെ കൂട്ടിമുട്ടത്തില്ല. അപ്പോൾ ഈ 2 താടികളും കൂടെ കൂട്ടിമുട്ടാത്തത് കാരണം എനിക്ക് ഒരു ആഹാരവും കഴിക്കാൻ പറ്റത്തില്ല. പരസഹായത്തിലാണ് വരുന്നത്, എൻ്റെ മോനാണ് കൊണ്ടുവരുന്നത്. പക്ഷേ പാസ്റ്റർ വിളിച്ച് എൻ്റെ മോനെ വിളിച്ച് ദൂത് പറഞ്ഞു, മരിക്കയില്ല, നിൻ്റെ അമ്മ ജീവിക്കും, നിങ്ങളുടെ സകല നന്മകളും കാണുമെന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അന്നേരം ഞാൻ വീണ്ടും കോട്ടയത്തേക്ക് പോയി. അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണ തൈമിക്ക് എന്ന് പറഞ്ഞ അവയവത്തിലെ, അതായത് ഹാർട്ടിൻ്റെ തൊട്ട് മേളിലായിട്ടാണിത്. ഇന്ത്യയിൽ വലുതായിട്ട് കണ്ടതായിട്ട് അറിവില്ല, കുറച്ച് പേർക്കും കണ്ട് റെയറായിട്ടേ ഉള്ളൂ. ഇത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് ആകെ വിഷമമായി. കാരണം ഇതിൻ്റെ ചികിത്സയ്ക്ക് ഇനി എന്ത് ചെയ്യും? എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് റൈസ് ട്യൂബ് ഇട്ട് ചോറ് അരച്ച് അതിൽ കൂടിയായിരുന്നു തരുന്നത്. ആ അവസ്ഥയിൽ പ്രാഥമിക കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, പരസഹായമില്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഞാനിങ്ങനെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം പ്രാണൻ മാത്രം. അന്നേരവും ഞാൻ പറഞ്ഞു, പാസ്റ്റർക്ക് ദൈവം ദർശനം കൊടുത്തതാണ്, ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും. ഞാൻ ഈ വചനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവ് വചനത്താൽ എന്നെ ജീവിപ്പിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ അവസ്ഥകളെല്ലാം ഒന്നൊന്നായി മാറാനായിട്ട് തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് ദൈവം ശക്തി തന്നു. എൻ്റെ മസിലുകൾ ഓരോന്നോരോന്നായിട്ട് ഉറയ്ക്കാൻ തുടങ്ങി. എൻ്റെ വിരലുകളൊന്നും പൊങ്ങി വരത്തില്ലായിരുന്നു.
എൻ്റെ കൈ ശരിക്ക് പൊങ്ങത്തില്ലായിരുന്നു. അതുപോലെ കണ്ണ് കംപ്ലീറ്റ് കണ്ണിൻ്റെ 2 പോളകളും വന്നങ്ങ് അടയും. കണ്ണിന് കാഴ്ചയുണ്ട്, പക്ഷേ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പലതായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം ഒരു ബിന്ദുവിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വായിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായിരുന്നു. പാസ്റ്റർ പറഞ്ഞത് മരിക്കയില്ല എന്ന് പാസ്റ്റർക്ക് ഒരു ദർശനം കിട്ടിയിട്ടുണ്ട്, ധൈര്യമായിട്ടിരിക്കാൻ. എന്തായാലും ഞാൻ തുടർന്ന് 1-2 ദിവസങ്ങളൊക്കെ വീണ്ടും ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അന്നേരം ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. ഉടമ്പടി ഇതായിരുന്നു: ദൈവമേ, നീ ഇനി എനിക്കൊരു അവസരം തന്നാൽ ഞാൻ ആ അവസരം നിൻ്റെ ആദ്യ കൽപ്പനയായ സ്നാനമേൽക്കുമെന്നും അതോടൊപ്പം എൻ്റെ ശേഷിച്ച ആരോഗ്യത്തെ ഞാൻ കർത്താവിനായി വിനിയോഗിക്കുമെന്നും ദൈവത്തോട് ഞാൻ ആ കിടക്കയിൽ കിടന്നൊരു ഉടമ്പടി ചെയ്തു. എൻ്റെ കർത്താവ് എൻ്റെ അവസ്ഥകൾ ഒന്നൊന്നായി മാറ്റാൻ തുടങ്ങി. ഞാൻ പരസഹായമില്ലാതെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നു. നിങ്ങളുടെ മുന്നിൽ വന്ന് ധൈര്യത്തോടുകൂടി ഇത്രയും ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. കാരണം നമ്മൾ പറയും നമുക്ക് ദൈവം ഒന്നും തന്നിട്ടില്ല, നമുക്ക് ദൈവം ഭൗതികമായ നന്മകളൊന്നും കാണുക തരുന്നില്ല എന്ന് ചിലരെങ്കിലും ഇതിനകത്തിരുന്ന് വിഷമിക്കും. പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്: ദൈവം നമുക്ക് തന്ന ഈ ശരീരം ഒന്ന് തുപ്പാൻ വേണമെങ്കിലും കർത്താവിൻ്റെ സഹായമില്ലാതെ പറ്റത്തില്ല എന്ന്. ഹല്ലേലൂയ! കൈയൊന്നുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു.